നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും അതുപോലെ മറ്റെന്ത് തെരഞ്ഞെടുപ്പ് വന്നാലും അതാത് നിയോജക മണ്ഡലങ്ങളിൽ അതാത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള അധികാരം അതാത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല. ചിലപ്പോൾ മുന്നണിയായിരിക്കുമ്പോൾ ആ മുന്നണിയിലുള്ള സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ മുന്നണിക്ക് ഉള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ തീരുമാനമെടുക്കുന്നത് അതാത് രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പൊ കോൺഗ്രസ് ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചാൽ UDF-ലെ മറ്റ് ഘടകകക്ഷികൾക്ക് അവരുടെ അഭിപ്രായം പറയാം. പക്ഷേ കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. CPM ഒരു സ്ഥാനാർത്ഥിയെ അവരുടെ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ, അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ LDF-ലെ മറ്റ് ഘടകകക്ഷികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ തീരുമാനമെടുക്കുന്നത് CPM ആണ്. ഇവിടെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചപ്പോൾ ആകെ കുരുപൊട്ടിയിരിക്കുന്നത് CPM-നാണ്. എന്താണ് CPM-ന് ഇത്ര വെപ്രാളം, ഇത്ര ഭയം, ഇത്ര അസഹിഷ്ണുത? അവിടെ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മരുന്നിന് മാത്രം ഒരാളാണ് ആരിഫ്. കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു പോയി, കഷ്ടിച്ച് ജയിച്ചു പോയതാണ്, എങ്കിൽ പോലും ജയിച്ചു. അപ്പോൾ ആ ഒരു ആള് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഏക MP പരാജയപ്പെടുമെന്നുള്ള ഭയമാണോ, അതോ KC വേണുഗോപാൽ ജയിക്കാൻ പാടില്ല എന്ന CPM-ന്റെ ആ ബോധമാണോ? എന്തായാലും KC വേണുഗോപാൽ മത്സരിക്കുന്നതിനെ CPM-ന് വളരെ വലിയ എതിർപ്പുണ്ട്. അത് പലപ്പോഴും ഇപ്പൊ എല്ലാ നേതാക്കന്മാരും ഓരോരുത്തരായിട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ EP ജയരാജനാണ് ഇതിനെതിരെ രംഗത്ത് വന്നത്. പിന്നെ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി രംഗത്ത് വന്നു. പിന്നെ പല പ്രാദേശിക അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളും CPM-ൽ നിന്ന് വന്നു. ഇപ്പോഴത്തെ രാജ്യസഭാ അംഗമായ ജോൺ ബ്രിട്ടാസും അതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നു. അത് BJP-ക്ക് കൂടുതൽ ഉത്തേജകം നൽകും, കുറച്ചുകൂടെ ധൈര്യം നൽകും എന്നതാണ് ഇപ്പോൾ ബ്രിട്ടാസ് കണ്ടെത്തിയിരിക്കുന്നത്. രാജ്യസഭയിൽ അംഗമാണിപ്പോൾ KC വേണുഗോപാൽ. രാജസ്ഥാനിൽ നിന്നോ മറ്റാണ് ഇപ്പോൾ അദ്ദേഹം MP ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലപ്പുഴയിൽ വേണുഗോപാൽ മത്സരിച്ച് ജയിച്ചാൽ അവിടെ ഒരു രാജ്യസഭാ അംഗം നഷ്ടമാവുകയാണ് രാജ്യസഭയിൽ. അങ്ങനെ രാജ്യസഭയിൽ നഷ്ടമാകുമ്പോൾ അവിടെ BJP-ക്ക് ഒരു വോട്ട് കൂടുകയാണ്. പിന്നെ രാജസ്ഥാനിൽ നിന്ന് ഒരാളിനെ തെരഞ്ഞെടുത്ത് വരുന്നത് വരെയും അവിടെ BJP-ക്ക് ഒരു വോട്ട് കൂടുകയാണ്. ആ ഒരു കെമിസ്ട്രിയാണ് ഇപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള കെമിസ്ട്രികളൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ കുറെ MLA-മാരും കുറെ MP-മാരും ഇപ്പോഴും ഇവിടെ മത്സരിക്കുന്നുണ്ട്? അതെന്തുകൊണ്ടാണ് ബ്രിട്ടാസിന് ആ ഒരു കെമിസ്ട്രി ഇവിടെ വർക്ക് ചെയ്യാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടാകില്ല. എന്തായാലും ഒരു കാര്യം എടുത്തു പറയാം. KC വേണുഗോപാൽ മത്സരിക്കുന്നത് CPM-ന് ഭയം വന്നിരിക്കുന്നു. ആലപ്പുഴയിൽ അങ്ങനെ KC വേണുഗോപാലും വയനാട്ടിൽ രാഹുലും മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ കേരളത്തിലെ വിജയത്തിന് ഏറ്റവും വലിയ ശക്തിയായി മാറുമെന്ന രാഷ്ട്രീയ അടവ് തന്ത്രം CPM മനസ്സിലാക്കുന്നു. അത് CPM-നെ വളരെയധികം ഭയപ്പെടുത്തുന്നു. അത് തന്നെയാണ് കാരണം. അതിന് രാജ്യസഭയിലെ സീറ്റ് പോവില്ലേ? അപ്പോൾ പിന്നെ കോൺഗ്രസിന് പിന്നെ അവിടെ ഒരു സീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? അപ്പോൾ രാജ്യസഭയിൽ BJP-ക്ക് ശക്തി കൂടുകയില്ല ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ രാജ്യസഭയിൽ 4 MP-മാരുടെ കുറവാണ് BJP-ക്ക് ഉള്ളത്. അതിലൊരു MP ആയ വേണുഗോപാൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് BJP ഗുണം ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റൊക്കെയാണ് ബ്രിട്ടാസ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഒന്നുകൂടി പറയുന്നു. ഇവിടുത്തെ MLA-മാരെ നിങ്ങൾ എന്തിനാണ് മത്സരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവല്ല. ഇവിടെ വേറെ രാഷ്ട്രീയ നേതാക്കന്മാരില്ലേ? ഇത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരിവിടെ ഉണ്ട്. എന്നിട്ട് പല MLA-മാരെയും മന്ത്രിയായിരിക്കുന്ന ആളിനെ പോലും മത്സരിപ്പിക്കുന്നു എന്നതാണ്. മന്ത്രി കസലിരിക്കുന്ന ആളിനെ കൊണ്ട് മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ആദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു മന്ത്രി കസലിരിക്കുന്ന ആളിനെ പിടിച്ച് വീണ്ടും മത്സരിപ്പിക്കുന്നു. അയാൾ വയ്യാന്ന് പറഞ്ഞിട്ട് പോലും പിറകെ നടന്ന് മത്സരിപ്പിക്കുന്നു. അത് സംഭവിക്കുന്നു. മാത്രമല്ല ഇതൊക്കെ ബ്രിട്ടാസ് കാണുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു. ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ വിജയം ചിലപ്പോൾ നിർണായകം ആകുന്ന ഒരു അവസ്ഥ വരാം. എന്തായാലും CPM ഭയപ്പെടുന്നു KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് എന്ന് തന്നെയാണ്.